ഇല്ലെങ്കിൽ ഇല്ലാത്തൊരു ഇത് വരരുത്. രാജിവെച്ചു പുറത്തു പോകെ, രാജിവെക്കാൻ മടിയാണെങ്കിൽ നേതാക്കന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലേക്ക് ഈ മാർച്ച് നടത്താൻ ഇടയായ സാഹചര്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി ആരോഗ്യ വകുപ്പിലുള്ള സംഭവ വികാസങ്ങളുടെ പരിണതമാണ്. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് അനാരോഗ്യ വകുപ്പായി മാറി. ഇവിടെ കഴിഞ്ഞ ദിവസം യൂറോളജിയുടെ ഹെഡായ ഡോക്ടർ ഹാരിസ് ഹസൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇത് ജനശ്രദ്ധയിൽ വന്നത്. എന്നാൽ മുമ്പ് തന്നെ ഈ മെഡിക്കൽ കോളേജിൽ വന്നിട്ടുള്ള രോഗികൾക്കും അവരോടൊപ്പമുള്ള അവരുടെ ബന്ധുക്കൾക്കും ഇക്കാര്യത്തിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം കുറെ കാലമായി ഈ മെഡിക്കൽ കോളേജ് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ ഇപ്പോൾ ഏതാണ്ട് വരും. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങിയിട്ട് 48 മണിക്കൂറാണ് അതിന്റെ അകത്ത് ശ്വാസം കിട്ടി കഴിയും. അദ്ദേഹത്തിന്റെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഈ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിർമ്മിച്ച ഒരു പുതിയ കെട്ടിടത്തിന് തീ പിടിച്ചു. വലിയ കൊത്തിഘോഷ നടത്തിയ ഉദ്ഘാടനമാണ്. ഷോർട്ട് സർക്യൂട്ട് എന്നാ പറയുന്നത്. 4 രോഗികൾ മരണപ്പെട്ടു. അവിടെ ആരോഗ്യമന്ത്രി പറയാണ്, ഈ പൊള്ളിയിട്ടല്ല മരിച്ചു, ഹൃദയം നിന്നോ കൊണ്ടാണ് മരണപ്പെട്ടത്. നമുക്കറിയാം, കുടുങ്ങിയും ചത്താലും ഹൃദയം നിൽക്കുമ്പോഴേ ആവും. കാരണം വെന്റിലേറ്ററിൽ കിടക്കുന്ന 4 രോഗികള് പുറത്ത് തീ കത്തുന്നേണ്ടപ്പോ അവരുടെ ഹൃദയം നിന്നുപോയി. യാഥാർത്ഥ്യം തീ കണ്ടതുകൊണ്ടാണ് ഹൃദയം നിന്നുപോയത്. എന്തുകൊണ്ട് തീ പിടിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് വരെ സംഭവം കഴിഞ്ഞില്ല. 3 മാസം കഴിഞ്ഞു. വരുന്നപ്പോ സർക്കാർ ആശുപത്രികളിലാണ്. അത്രയും ഗംഭീര സൗകര്യമാണെന്ന്. പക്ഷെ ആ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയത് അമേരിക്കയിലാണ്. അമേരിക്കൻ ബൂർഷാസി എന്ന് പറഞ്ഞ് യോഗങ്ങളിൽ പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കല്ല, അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള പെരിയാരം മെഡിക്കൽ കോളേജിലേക്കല്ല, അദ്ദേഹം നേരെ പോയത് അമേരിക്കയിലേക്കാണ്. ഇവിടുത്തെ ആരോഗ്യമന്ത്രിയാണെങ്കിൽ, ഞാൻ വനിതയായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല, കാരണം ഒരു പുരുഷനായിട്ടുള്ള മന്ത്രിയാണെങ്കിൽ 10 പറയായിരുന്നു. ഇത് വനിതയായതുകൊണ്ട് പറയാൻ നിർവാഹമില്ല. ആ മന്ത്രി പറയാണ്, ഇന്നലെ ആദ്യം ഡോക്ടർ ഹാരിസ് ഹസനെ സസ്പെൻഡ് ചെയ്യാൻ നോക്കി. എന്നാൽ ഡോക്ടർമാരും പൊതുജനവും ആ ഡോക്ടറോടൊപ്പം നിന്നപ്പോ മന്ത്രി പറയാണ്, അദ്ദേഹം സത്യസന്ധനായ ഒരു ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളൊക്കെ അന്വേഷിക്കും, പക്ഷേ ഇത് ഞങ്ങളുടെ ആരെയും കുഴപ്പമല്ല, ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. ആരാ സിസ്റ്റത്തിന്റെ കുഴപ്പത്തിന് ഉത്തരവാദിത്വം?
ഒരു സിസ്റ്റം തകരാറാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം മന്ത്രിക്കാണ്, ഗവൺമെന്റിനാണ്, മുഖ്യമന്ത്രിക്കാണ്. ഇവിടെ പല സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ ഇപ്പൊ പേരുക്കട ആശുപത്രിയിലാണ് ഒരു രോഗി കുത്തിവെക്കാൻ പോയി, കുത്തിവെപ്പിന് പോയതാണ്. നോക്കുമ്പോ അതിന്റെ അകത്ത് വെച്ച് പട്ടി കടിച്ചു. 2 വാക്സിനേഷൻ, വൈറൽ ഫീവറിന്റെ ഇഞ്ചക്ഷൻ, പേപ്പട്ടിയുടെ ഇഞ്ചക്ഷൻ. പക്ഷെ ഇപ്പോഴ് പേപ്പട്ടി കടിച്ച ആ രോഗികൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും മരണപ്പെടുന്നു. എത്ര കുട്ടികളാ പോയതറിയാം. മിനിഞ്ഞാന്നൊരു കുട്ടി മരിച്ചു. ഏതാണ്ട് 4-5 കുട്ടികളുടെ റിപ്പോർട്ടുകൾ വിവിധ മാധ്യമങ്ങളിൽ വന്നു. ഗവൺമെന്റ് എന്താ പറയാ അറിയോ? അത് ഒറ്റപ്പെട്ട സംഭവം. ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ എത്ര രോഗികൾ ഈ ഇഞ്ചക്ഷൻ അടിച്ചിട്ട് മരിച്ചു? 4 കുട്ടികൾ ഉൾപ്പെടെയാണ് മരണപ്പെട്ടത്. അപ്പൊ സിസ്റ്റത്തിന്റെ കുഴപ്പമെന്ന് പറയുന്നത് ഇത്രയും പിടിപ്പ് കെട്ട അവസ്ഥ എല്ലാ സർക്കാർ ആശുപത്രിയിലെ അവസ്ഥയാണ്. ഇപ്പൊ നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിലാണ് ഒരു സ്ത്രീ പോയപ്പോ ടെസ്റ്റ് ഡോസ് എടുക്കാതെ ഇഞ്ചക്ട് ചെയ്തതിന്റെ പേരിൽ ആ സ്ത്രീ മരണപ്പെട്ട സംഭവം. കോഴിക്കോടാണെങ്കിൽ നിരവധി പറയാനുണ്ട്. അർഷീന എന്നൊരു സ്ത്രീ പ്രസവിക്കാൻ പോയപ്പോ സിസേറിയനെ കയറ്റി, സിസേറിയൻ കഴിഞ്ഞു, കുട്ടി പുറത്തു വന്നപ്പോ കത്തിയകത്തേക്ക്. ഈ മന്ത്രി അവിടെ പോയിട്ട് എന്തൊക്കെ വാഗ്ദാനം പറഞ്ഞു.